അധികൃതരുടെ അവഗണന മൂലം നെല്ലനാട് പഞ്ചായത്ത് പരിധിയിൽ നശിക്കുന്നത് കോടികളുടെ പദ്ധതികളാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള നെല്ലനാട് പഞ്ചായത്തിലാണ് കോടികൾ വിലമതിക്കുന്ന പൊതു സ്വത്തുക്കൾ അധികൃതരുടെ അവഗണന മൂലം പാഴായി പോകുന്നത്. വെഞ്ഞാറമൂട് മാർക്കറ്റിൽ ദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച മത്സ്യ വിപണന കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഇപ്പോൾ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. വെഞ്ഞാറമൂട് ചന്തയിൽ തീരദേശ വികസന ഫണ്ട് ഉപയോഗിച്ച 2.25 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള മത്സ്യ വിപണന കേന്ദ്രം നിർമ്മിച്ചത്. 2015 തറക്കല്ലിട്ട കെട്ടിടം തൊട്ടടുത്ത വർഷം തന്നെ ഉദ്ഘാടനവും ചെയ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മത്സ്യ പച്ചക്കറി വിപണന കേന്ദ്രമായിരുന്ന ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ തീരപ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുമാണ് എത്തിയിരുന്നത്. എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടും വലിയ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനുള്ള സ്ഥലസൗകര്യത്തിൻ്റെ കുറവ് ചൂണ്ടിക്കാട്ടി മത്സ്യവ്യാപാരികൾ ഇവിടേക്ക് മാറാൻ തയ്യാറായിരുന്നില്ല. നിലവിൽ ഈ വിപണന കേന്ദ്രം ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമാനമായ രീതിയിൽ കയ്യേറ്റ അവസ്ഥയിലുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ കോടികളുടെ പദ്ധതികൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതിലെ ഗുരുതര ക്രമക്കേടുകളും ഫണ്ട് പാഴാക്കലും കണ്ടെത്താൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നിലവിലുണ്ടെങ്കിലും കൃത്യമായ പരിശോധനകളോ നടപടികളോ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. വിസ്മയ ന്യൂസ്, വെഞ്ഞാറമൂട്.